യെസ് മാഡം. ഞായറാഴ്ച പലപ്പോഴും ഇവിടെ കാണാറുണ്ട്. ബുദ്ധിമുട്ടിക്കാണ്ടെന്ന് കരുതൂ. ഞാൻ തിരഞ്ഞ പുസ്തകം കിട്ടിയില്ല. ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ച് കാണും. നിലാവും പ്രേമവും കണ്ണീരുമൊക്കെയുള്ള കഥകൾ വേറെ കാണുമല്ലോ. വാട്ട് യു മീൻ? ക്ഷമിക്കണം, ഞാൻ സാറിനെ വേട്ടയാടുകയല്ല. മനസ്സിലായി മാഡം. സാറിന് എന്നോട് ദേഷ്യമാണോ? മാഡം, യു ആർ മിസ്റ്റേക്കൺ. ദയവ് ചെയ്ത് മാഡം വിളിയൊന്ന് നിർത്താമോ? മറിച്ച് അങ്ങോട്ടും പറയട്ടെ. പിന്നെ എന്ത് വിളിക്കും? നാട്ടുനടപ്പനുസരിച്ച് പേര് വിളിക്കാം. അത് വീട്ടിൽ അനിയത്തിമാരും കസിൻസും ഒക്കെ എന്ത് വിളിക്കും? എനിക്ക് അങ്ങനെ ആരുമില്ല. അതാ സെറ്റുകാർ പോകുന്നു. ഞാൻ ഒരു സെറ്റിലും വന്നതല്ല. ഇരിക്കാമോ? ഇതെന്റെ സ്വകാര്യ സ്ഥലമൊന്നുമല്ലല്ലോ. എന്തിനാണ് ഈ പരിഭവം? എനിക്ക് ഈ പോസ്റ്റ് വേണ്ടെന്ന് എഴുതി കൊടുക്കാം. ആരുടെയും ദുർമുഖം കാണാതിരിക്കുക. ദുർമുഖം? സോറി, എനിക്ക് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. 6 കൊല്ലം ഒരേ ഓഫീസിലിരുന്ന് പണിയെടുത്തിട്ടുണ്ട്. ഒന്ന് ചിരിച്ച് സംസാരിച്ചിട്ടില്ല. എന്നും വലിയ മാന്യനായി അകന്നു നിന്നിട്ടേ ഉള്ളൂ. അതിന് നന്ദിയുണ്ട്. തെറ്റി. ഞാൻ മാന്യനല്ല. മനസ്സിൽ വ്യഭിചരിക്കുന്നതാണ് ഇവിടെ മാന്യത. ആരോടാണ് ഈ അമർഷം? പിന്നെ ഈ ലോകത്തോട്, എന്നോട്. സോറി, ഈ പ്രൊമോഷൻ കാര്യത്തെ പറ്റി ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. എന്താ വായിക്കാറ്? കവിത. കവിത എഴുതിയിരുന്നു എന്ന് കേട്ടു. മുൻപ് ആരോ പറഞ്ഞതാണ്. ആ, മുമ്പ് പല വിഡിത്തങ്ങളും ചെയ്തിരിക്കും. ചില ഞായറാഴ്ച ഏട്ടൻ വരും. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ന് വരുമെന്ന് കരുതി. അതുകൊണ്ട് ഈ ആഴ്ച നാട്ടിൽ പോയില്ല. തിരുവില്ലോമലക്കടുത്താണ് ഞങ്ങളുടെ വീട്. എവിടെയാ നാട്? കുറച്ചുകൂടി വടക്ക്. സ്ഥലപ്പേരില്ലേ? പറഞ്ഞാൽ അറിയില്ല. അത്ര പ്രസിദ്ധമൊന്നുമല്ല സ്ഥലം. വീട്ടിൽ ഹോളിഡേസിന് പോറില്ലേ? നാട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. വേണ്ടപ്പെട്ടവരാരും? കാണണം. ഹേമമാലിനെ കാണാൻ അസാധ്യം. കുട്ടി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹേമമാലിനി 16 പ്രാവശ്യം സാരി മാറ്റിയിട്ടുണ്ട്. 16 പ്രാവശ്യം. സരോജിനി ഡ്രീം കണ്ടിട്ടുണ്ടോ? ഇല്ല. പുറത്താരോ കാണാൻ വന്നിരിക്കണോ? എന്നെയാണോ? എന്നെയാണോ? സരോജിനി കുട്ടിയാ ചോദിച്ചത്. ആരാ? ஏட்டனல்ல வேற யாரோ ആണ്. சாமுடி ஃபேமிலி ஷாம்பு என் கேசத்தை சுத்தமா பளபளப்பா வச்சிருக்கு. குழந்தைகளின் தலைமுடியை மிருதுவா. என்ன மறந்துட்டியே? இல்லையே. இந்த குழந்தைகளை சாமுடி ஃபேமிலி ஷாம்பு குடும்பத்தில் எல்லோருக்கும் தான். எனக்கு ரொம்ப பிடிச்சிருக்கு. உங்கள் குடும்பத்திற்காக வாங்குங்கள் சாமானிய ஃபேமிலி ஷாம்பு. ഇരിക്കൂ. കുറേ നേരം ഹരേകൃഷ്ണക്കാരുടെ പ്രസംഗം കേട്ടു. പിന്നെ നടന്നു. അപ്പോ ഇതുവഴി വന്നു. കൂട്ടുകാർ സിനിമയ്ക്ക് ഒരുങ്ങുകയാണ്. സോറി, ഞാൻ വെറുതെ വന്നതാണ്. താമസിക്കണ്ട. അയ്യോ, ഞാൻ പോകുന്നില്ല. വിമൻസ് ഹോസ്റ്റലിൽ സാധാരണ 2 വിഷയത്തെ പറ്റിയേ ചർച്ചയുള്ളൂ. ഒന്ന് സാരി, പിന്നെ സിനിമ. ഞാനിപ്പോ വരാം. മുൻപൊക്കെ എല്ലാ ചേഞ്ചിനും എല്ലാ തിയേറ്ററിലും പോകുമായിരുന്നു. പിന്നെ നിർത്തി. പുസ്തകം വില കൊടുത്തു വാങ്ങലും നിർത്തി. അതുകൊണ്ട് 50 രൂപ കൂടുതൽ അയക്കാൻ വീട്ടിൽ. അരിയേഴ്സ് കിട്ടിയാൽ
അച്ഛന്റെ ചില്ലറ കടങ്ങൾ വീട്ടാം. അച്ഛൻ കിടപ്പിലാകുന്നതുവരെ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കുറച്ച് കൃഷി, ഞാനും ഏട്ടന് അയക്കുന്ന പൈസ മതി. താഴെയുള്ളവർക്ക് തൊട്ടു മുമ്പ് തന്നെ ഹൈസ്കൂൾ. ഒരു കൊല്ലമായി അച്ഛന് പക്ഷവാതം. നേരത്തെ വന്നില്ലേ? ഞങ്ങൾ 9:15-നെത്തും. ഷോർട്ട് പിക്ചറാ. എന്തെങ്കിലും പറയൂ. അമർഷമാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. സ്വതവേ സംസാരിക്കാത്ത ആളാണെന്ന് ഓഫീസിലുള്ള എല്ലാവരും പറയും. പ്യൂൺ ശങ്കരനായരില്ലേ, അയാളുടെ കൈവശം എല്ലാവരെ പറ്റി ഓരോ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുണ്ട്. ഓഫീസിൽ ഒരാൾക്കേ കത്തുകൾ വരാതെയുള്ളൂ അത്രേ. ബാധ്യതയില്ല, ആർക്കും പണം അയച്ചു കൊടുക്കണ്ട. പിന്നെ പറയട്ടെ? പറയൂ, ഞാൻ കേൾക്കാനുള്ള മൂഡിലാണ്. ആളുകൾ പറയുന്ന നേരാണോ? കുടിക്കുവോ? ചിലപ്പോ. ഇനി ടൂറിന് വരുമ്പോൾ പരിചയപ്പെടണമെന്ന് ഏട്ടൻ എഴുതിയിട്ടുണ്ട്. എന്തിന്? വെറുതെ. ഏട്ടനിവിടെ കമ്പനിയില്ല. ഞാൻ കമ്പനിക്ക് കൊള്ളില്ല. ഏട്ടനും അധികം സംസാരിക്കില്ല. ഇറങ്ങട്ടെ? ഇനി അങ്ങോട്ടാ? വെറുതെ നടക്കും. വെള്ളിയാഴ്ച കാഷ്വൽ ലീവ് എടുത്താൽ 4 ദിവസം കിട്ടും. ദീപാവലിക്ക് നാട്ടിൽ പോകുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ. ഭാരതപ്പുഴ കാണാം മുറ്റത്ത് നിന്നാൽ. കവികൾക്ക് ഇഷ്ടമാകും. ഒഴിവുള്ളപ്പോഴൊക്കെ വരൂ. അധികം ബോറാക്കാതെ നോക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ദേഷ്യപ്പെടരുത്. ഒരപേക്ഷയാണ്, കുടിക്കരുത്.